ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് എന്ന് ദൈവത്തിന് ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. അത് ഒരു ഭാഗം നമുക്ക് വായിക്കാം. യിരെമ്യാവ് 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന സമാപ്തി നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന പദ്ധതികൾ എന്തെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള പദ്ധതികളത്രേ എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇപ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുവാണ്, ദൈവം പറഞ്ഞിരിക്കുവാണ്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ദൈവത്തിന് അറിയാം. ആ പദ്ധതികൾ നമ്മുടെ തിന്മയ്ക്കായിട്ടുള്ള പദ്ധതികളല്ല, നമ്മളെ നശിപ്പിക്കുവാനുള്ള പദ്ധതികളല്ല, പിന്നെയോ നമുക്ക് നന്മ നൽകാനുള്ള പദ്ധതികളാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, അത് നമുക്ക് പ്രത്യാശ നൽകുന്ന പദ്ധതികളാണ്. നിരാശ വരുത്തുന്ന പദ്ധതികളല്ല, നമ്മൾ നിരാശരായി പോവുകയില്ല, തോൽവി വരുന്ന പദ്ധതികളല്ല, നമുക്ക് പ്രത്യാശ നൽകുന്ന പദ്ധതികൾ. പിന്നെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് നല്ല ഭാവി നൽകുവാനുള്ള പദ്ധതികൾ. എൻ്റെ ഭാവി നശിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട ഒരു പദ്ധതി ആയിരിക്കത്തില്ല, നമുക്ക് നല്ല ഭാവി ഉണ്ടാകുന്ന പദ്ധതികളാണ്. ഇത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ദൈവത്തിന് ഈ ഒരു പദ്ധതിയുണ്ട്, അത് നമുക്ക് ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയണം, നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അങ്ങയുടെ ഹിതം എന്താണ്? എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്തിനാണ് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? ഞാനിങ്ങനെ ജീവിച്ച് കുറേ ഡിഗ്രികളൊക്കെ നേടി, ഒരു ജോലി നേടി, ഒരു കുടുംബമായി, കുറേ മക്കളൊക്കെ ഉണ്ടായി, അങ്ങനെ മരിക്കുവാൻ വേണ്ടിയിട്ടാണോ ദൈവമേ എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്? അപ്പോൾ ദൈവത്തോട് നമ്മൾ ആദ്യമായിട്ട് ചോദിക്കേണ്ടത്, ദൈവമേ, അങ്ങയുടെ പദ്ധതികൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെയ്ത് പൂർത്തിയാക്കുവാനായി ദൈവം തന്നെ നമുക്ക് ഓരോ പദ്ധതികൾ അസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള വർക്ക് ദൈവം നേരത്തെ തന്നെ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ദൗത്യം നമ്മൾ തന്നെ ചെയ്യണം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു തിരിച്ചു പോകുമ്പോൾ അനേകർ ഇനിയും സൗഖ്യമാകേണ്ട ആളുകളുണ്ടായിരുന്നു, അനേകർ ഇനിയും ദൈവത്തെക്കുറിച്ച് അറിയേണ്ട ആളുകളുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്ത് പൂർത്തിയാക്കി. അപ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യം നമ്മൾ തന്നെ ചെയ്ത് പൂർത്തിയാക്കണം, അത് മാറ്റി വയ്ക്കരുത്. അപ്പോൾ അതിന് നമുക്കൊറ്റയ്ക്ക് ആ പദ്ധതികൾ ചെയ്ത് പൂർത്തിയാക്കുവാൻ കഴിയുകയില്ല, അതിന് ദൈവത്തിൻ്റെ സഹായം കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ ദൈവത്തോട് നമ്മൾ സഹായം ചോദിച്ചാൽ ദൈവം നമുക്ക് ശക്തി തരും, ധൈര്യം തരും. ആ ശക്തി ഉപയോഗിച്ച്, ആ ധൈര്യം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾ ചെയ്ത് പൂർത്തിയാക്കുവാൻ സഹായിക്കട്ടെ. ഈ വർഷത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതികൾ അധികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് പൂർത്തിയാക്കി അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം ഒരുക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.